ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള അഞ്ചാമത്തെ താക്കോൽ എന്ന് പറയുന്നത് പഴങ്ങൾ ധാരാളം കഴിക്കുക, പഴങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പഴങ്ങൾ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോൾ സീസണിലാണെങ്കിൽ ഇപ്പം മാമ്പഴത്തിൻ്റെ സമയം, പേരക്കയുടെ സമയം, അങ്ങനെ എല്ലാ കാലങ്ങളിലും കിട്ടുന്ന വാഴപ്പഴം ഒക്കെ സുലഭമായിരിക്കും. അതിന് പ്രത്യേകിച്ച് ധാരാളം കാശ് മുടക്കമൊന്നും ആവശ്യമുണ്ടായില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ഉടനെ തൊടിയിലേക്ക് ഓടും. അവിടെ മാവിൻ്റെ ചുവട്ടിൽ മാമ്പഴത്തിൻ്റെ സീസണാകുമ്പോൾ ധാരാളം മാമ്പഴം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അത് പെറുക്കി കൊണ്ടുവന്ന് പലക്ക് തിരിച്ച് കഴുകിയിട്ട് ഒറ്റയടിയാണ്. ഇങ്ങനെ കട്ടിയിലും പിടിക്കലും അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓരോ സീസണിലും പേരക്ക, അങ്ങനെ നമുക്ക് അന്ന് ഇതിനൊക്കെ ഇത്ര വലിയ പിന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല. അതിൻ്റെ ഒരു രുചിയും മധുരവും അതൊക്കെയാണ് നമ്മളെ ആകർഷിച്ചത്. പക്ഷെ പഴങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഗുണം നമ്മൾ മനസ്സിലാക്കിയാൽ അത്ഭുതകരമാണ്. എന്ന് പറഞ്ഞാൽ അത് പഴങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദഹിക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ എന്നുള്ളതാണ്. പിന്നെ അതിൽ 90%, 90 മുതൽ 95% വരെ വെള്ളമാണ് ഈ പഴത്തിലുള്ളത്. അങ്ങനെ ഈ പഴം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് മാത്രമാണ്. പഴങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനമാണ്. അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസായി മാറാൻ വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ. അങ്ങനെ ഈ ജലാംശം പഴങ്ങളിൽ വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ അത് കഴുകിക്കളയുന്നു. അതോടൊപ്പം തന്നെ പോഷകമൂല്യമുള്ള ഒരാഹാരമായി പഴങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയാണ് പഴം കഴിക്കേണ്ടത് എന്നറിയാമോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ തിരുവനന്തപുരത്ത് സിനിമയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ സിനിമയുടെ നിർമ്മാതാക്കളാണെങ്കിലും മിക്കവാറും അവിടുത്തുകാരാണെങ്കിൽ പ്രധാനമായും ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രിയിൽ പ്രത്യേകിച്ച് പഴം കിട്ടിയില്ലെങ്കിൽ അടിവരെ ഉണ്ടാക്കിയിട്ടുണ്ട് പല ആൾക്കാരും. എവിടെ പഴം എന്ന് പറഞ്ഞിട്ട് ടിഫിൻ കറിയിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് ഈ പ്രൊഡക്ഷനിലെ മെസ്സിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് പഴം കിട്ടിയില്ലെങ്കിൽ തല്ല് വരെ നടന്നിട്ടുള്ള പല ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം 1-2 പഴം കഴിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു രീതി പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം അവിടെയാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പഴം കഴിക്കാൻ പാടില്ലെന്ന്, ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചാൽ എന്നിട്ട് പഴം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്റ്റാർച്ച്, ഇന്നിപ്പോൾ നമ്മളിപ്പം ഡിന്നർ കഴിക്കുകയാണെങ്കിൽ ദോശയായാലും ചോറായാലും കഞ്ഞിയായാലും എല്ലാം സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് ദഹിക്കുന്നത് നമ്മുടെ വൻകുടലിലും, ഫ്രൂട്ട്സ് ദഹിക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിലുമാണ്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മുടെ സ്റ്റാർച്ച് കഴിച്ചതിന് ശേഷമാണ് പഴങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഈ ചെറുകുടലിലേക്ക് പഴങ്ങൾക്ക് പോകാൻ പറ്റാതെ ഈ സ്റ്റാർച്ചുമായി ഇവിടെ കിടന്ന് വലിയ കടിപിടി നടക്കുന്നു. അങ്ങനെ ഫെർമെൻറ്റേഷൻ നടക്കുന്നു, വയറ് അസ്വസ്ഥമാകുന്നു. പലപ്പോഴും നമ്മുടെ ക്ഷീണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സ്റ്റാർച്ചിൻ്റെ കൂടെ പഴങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും പഴങ്ങൾ കഴിക്കേണ്ടത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്, ഒഴിഞ്ഞ വയറ്റിലാണ്. എന്നാൽ മാത്രമേ അത് ഈസിയായിട്ട് ദഹനം നടക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ പഴങ്ങളും പിന്നെ സ്റ്റാർച്ചും വെവ്വേറെ കഴിക്കുന്നത് കൊണ്ട് മാത്രമേ ഇത് രണ്ടിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ, എനർജി ലഭിക്കുകയുള്ളൂ.